റെയിൽവേയിൽ ഒരു ജോലി നേടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷവും ഏറ്റവും മികച്ച അവസരമാണ്. ഏകദേശം 50,000-ൽ കൂടുതൽ അവസരങ്ങളാണ് ഈ വർഷവും നമ്മുടെ ഫ്രണ്ടിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇപ്പൊ 10th ക്വാളിഫിക്കേഷൻ ഉള്ളവരെ, +2 ക്വാളിഫിക്കേഷൻ ഉള്ളവരെ, ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരെ, ITI ഡിപ്ലോമ, ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്ന ഇത്രയും വലിയ അവസരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം ഞാൻ അതൊന്ന് പരിചയപ്പെടുത്തി തരാം. അത് കൃത്യമായിട്ട് ഞാൻ വേക്കൻസിയോടെ കൂടെ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. എത്രത്തോളം അവസരങ്ങൾ നമ്മുടെ ഫ്രണ്ടിലുണ്ട് എന്നുള്ള വേക്കൻസി ഉൾപ്പെടെയാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഈ വർഷം നമുക്ക് RRB ALP പരീക്ഷ ഉണ്ട്. RRB ALP എന്ന് വെച്ചാൽ എന്താ? അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷ. അതുപോലെ RRB ടെക്നീഷ്യന്റെ പരീക്ഷ, റെയിൽവേയുടെ സെലക്ഷൻ കൺട്രോളർ പോസ്റ്റിലേക്കുള്ള പരീക്ഷ, അതുപോലെ RRB JEയുടെ പരീക്ഷ, ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ. ഈ പരീക്ഷകളാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ലൈവായിട്ട് വന്നിരിക്കുന്ന പരീക്ഷകൾ. അതിന്റെ അവസരങ്ങളൊന്ന് നോക്കിയാലോ. ഏകദേശം ALP അതായത് RRB ALPക്ക് 11,127 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പൊ റെയിൽവേയിൽ ഒരു ട്രെയിൻ ഓടിക്കണം അല്ലെങ്കിൽ ഒരു ലോക്കോ പൈലറ്റ് ആകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച അവസരങ്ങളോട് കൂടിയാണ് എന്ത് വന്നിരിക്കുന്നത്? ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 11,000-ഓളം അവസരങ്ങൾ. അപ്പോൾ ഒട്ടും സമയം പാഴാക്കരുത്. നിങ്ങൾ സീരിയസ്ലി പ്രിപ്പയർ ചെയ്യണം. ഇത്തരം എക്സാമുകൾ, ഇത്തരം അവസരങ്ങൾ ഒരിക്കലും നമ്മൾ നിസാരമായി കാണാൻ പാടില്ല. അപ്പോൾ ALP നിങ്ങൾ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ, ബിടെക് ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതൊരു മികച്ച അവസരം തന്നെയാണ്. അപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞു. കുറെ പേര് അപ്ലൈ ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ നന്നായി പ്രിപ്പയർ ചെയ്യുക ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി. പിന്നീട് RRB ടെക്നീഷ്യൻ ദാ നോക്കൂ, ഏകദേശം 6,557 അവസരങ്ങളാണ്. ഇതിന് ഇനിയും അപ്ലൈ ചെയ്യാനായിട്ട് ടൈം ഉണ്ട്. നമ്മുടെ RRB ടെക്നീഷ്യൻ ഗ്രേഡ് 1, ഗ്രേഡ് 3 പോസ്റ്റുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും അപ്ലൈ ചെയ്യാൻ അവസരമുള്ളതിനെ കുറിച്ച് ഒന്നുകൂടി പറയാം. അപ്പൊ ടെക്നീഷ്യൻ ഏകദേശം 6,557. ഇവിടെ നോക്കൂ, 11,127, ഇവിടെ 6,557. ഏകദേശം ഒരു 17,000, 18,000-ഓളം വേക്കൻസി ഇപ്പൊ തന്നെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഇനി അതുപോലെ RRBയുടെ സൈഡിൽ നിന്ന് വന്ന സെക്ഷൻ കൺട്രോളർ, ഒരു സെക്ഷനെ ഹാൻഡിൽ ചെയ്യുന്ന സെക്ഷൻ കൺട്രോളർ പോസ്റ്റിലേക്ക് ഏകദേശം 119 വേക്കൻസി മാത്രമേ ഉള്ളൂ. എന്നാലും ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളെ സംബന്ധിച്ച് അത്യാവശ്യം പേ ലെവൽ സ്കെയിൽ കൂടിയ പോസ്റ്റാണ് സെക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, 119 വേക്കൻസി വന്നിരിക്കുന്നു. അതുപോലെ തന്നെ RRB ജൂനിയർ എഞ്ചിനീയർ 2026 പരീക്ഷ, ഇത് ഏകദേശം ഏതാണ് 4,098. ഓഗസ്റ്റ് 14 മുതലാണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലൈവ് ആവാനായിട്ട് പോകുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ഈ 4 പരീക്ഷകൾ വിളിച്ചു കഴിഞ്ഞു. ഓക്കെ, 4 നോട്ടിഫിക്കേഷൻസ് 2026 എന്ന ഇയറിൽ വന്നു കഴിഞ്ഞു. ഇനി ഏതൊക്കെ വരാനുണ്ട്? പാരാമെഡിക്കൽ വരാനുണ്ട്, NTPC വരാനുണ്ട്, ഗ്രൂപ്പ് ഡി മിനിസ്റ്റീരിയൽ പോസ്റ്റുകളെ ഉൾപ്പെടെ ഉള്ള നോട്ടിഫിക്കേഷൻസ് ഇനി വരാനായിട്ടുമുണ്ട്. സോ 2026 തന്നെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, 50,000-ൽ കൂടുതൽ. ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ ഏകദേശം ഒരു 20,000 അല്ലെങ്കിൽ 25,000 നോട്ടിഫിക്കേഷൻസ് വന്നു കഴിഞ്ഞു. ഇനി ഗ്രൂപ്പ് ഡി NTPC അറിയാം, അത്യാവശ്യം നല്ല വേക്കൻസിയിൽ വരുന്നതാണ്. അതുകൊണ്ട് 50,000 ആൻഡ് എബോവ് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷനിൽ തന്നെ ഈ വർഷം എന്തുണ്ട്? റെയിൽവേയിൽ നിന്നുള്ള മികച്ച അവസരങ്ങളുണ്ട്. നമ്മൾ എന്തൊക്കെ ഇനി ആലോചിച്ച് സമയം കളഞ്ഞാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, റെയിൽവേ ഇപ്പോൾ എല്ലാ വർഷവും ഈ പോസ്റ്റുകളിലേക്ക് അവസരങ്ങൾ വരുന്നുണ്ട്. സാധാരണ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മാത്രമായിരുന്നു എല്ലാ വർഷവും CGL, CHSL, MTS, GD പരീക്ഷകൾ വിളിക്കുന്നതെങ്കിൽ റെയിൽവേയും ഇപ്പോൾ ഇത്രയും പരീക്ഷകൾ എല്ലാ വർഷവും വിളിക്കാനായിട്ട് തുടങ്ങി. ഇത് കേന്ദ്ര ഗവൺമെന്റ് എക്സാമുകൾക്ക് വേണ്ടി പരിശീലനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മികച്ച അവസരമാണ്. ഇപ്പൊ SSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതേ പാറ്റേണിൽ തന്നെ റെയിൽവേയുടെ പരീക്ഷകളും തീർച്ചയായിട്ടും എഴുതാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ ഏത് സെന്ററുകളിൽ, ഇപ്പൊ ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ സെന്ററുകളിൽ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്താൽ ഡീറ്റെയിൽ എങ്ങനെ ഈ എക്സാമുകൾക്ക് പരിശീലനം നിങ്ങൾ നേടിയെടുക്കണം, പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. റെയിൽവേ SSC എക്സാമുകൾക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏകദേശം 2019 മുതൽ 3,600-ൽ പകരം വീഡിയോസ് ഉണ്ട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുള്ള നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന അക്കാഡമിയാണ് ദിശ അക്കാഡമി. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും റെയിൽവേയുടെ ഇത്രയേറെ സാധ്യതകൾ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, മനസ്സിലാക്കി തന്നെ പോവുക. അപ്പോൾ ഇനി നമുക്ക് എന്തുണ്ട്? NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി പരീക്ഷ, +2 ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. ഗ്രൂപ്പ് ഡി 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയാണ്. ഇതിലൊക്കെ നിരവധി അവസരങ്ങളാണ് ഈ വർഷം വരാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുക. സീനിയർ ആയിട്ടുള്ള
ആളുകൾ മാതാപിതാക്കളൊക്കെയാണ് കാണുന്നതെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത്തരം ഇൻഫർമേഷൻസ് എത്തിച്ചു കൊടുക്കുക. റെയിൽവേയിൽ നിന്ന് ഒരു വർഷം ഇത്രത്തോളം അവസരം വരുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അത് ഗെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല? പ്രോപ്പർ ആയിട്ട് അവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല, പഠിക്കുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാം നല്ല രീതിയിൽ ഈ എക്സാമിന് വേണ്ടി നിങ്ങൾ പരിശീലനം നേടുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും പരീക്ഷകൾ കൃത്യമായ എവിഡൻസോട് കൂടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. 50,000-ൽ പരം അവസരങ്ങളാണ് 2026 വരാനായിട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനിയും നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ ടൈമുള്ള പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത് ടെക്നീഷ്യൻ എന്ന് പറയുന്ന പരീക്ഷ. നോട്ടിഫിക്കേഷൻ വന്ന് ജൂലൈ 29 വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. 30 ജൂൺ മുതൽ ജൂലൈ 29 വരെ. ഇനിയും ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ പോസ്റ്റ് നിങ്ങൾ മിസ് ചെയ്യരുത്. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 6500ഓളം വേക്കൻസി ഗ്രേഡ് 1ഉം ഗ്രേഡ് 3ഉം കൂടെ ചേർത്തിട്ടുണ്ട്. പേ ലെവൽ 5ഉം പേ ലെവൽ 2 ആണ് വരുന്നത്. ഓൺലൈൻ ആയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഗ്രേഡ് 1 എന്ന് പറയുന്ന സിഗ്നൽ എന്ന് പറയുന്ന പോസ്റ്റും ഗ്രേഡ് 3ഉമാണ്. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആർക്കൊക്കെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം എന്നുകൂടി പറഞ്ഞുതരാം. ഇതിന്റെ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഏതാണ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പോയി കാണാം. ഇതാണ് BSc ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇൻസ്ട്രുമെന്റേഷൻ പഠിച്ച ആളുകൾക്ക് എന്ത് ചെയ്യാം? ഗ്രേഡ് 1 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. ഗ്രേഡ് 3ലേക്ക് 10th പാസും ITയും ഉള്ള ആളുകൾക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ എന്തുണ്ട്? ടെക്നീഷ്യന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പോയി കാണുക. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇനിയും സമയമുള്ള പരീക്ഷയാണ് ഏതെന്ന് പറയുന്നത് ടെക്നീഷ്യൻ പോസ്റ്റ് എന്ന് പറയുന്നത്. റെയിൽവേ പൊതുവെ എല്ലാ പരീക്ഷകൾക്കും അവരുടെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 to 33 ആണ്. ഏകദേശം ഇപ്പോൾ ഒരു 20 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം? ഈ റെയിൽവേയുടെ പരീക്ഷകൾ എഴുതി. അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഏജ് ലിമിറ്റ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ് കൂടെ ഉറപ്പിച്ചിട്ട് ഈ എക്സാമിന് അപ്ലൈ ചെയ്യുക. ജൂലൈ 29 ഡേറ്റ് മറക്കരുത്. ജൂലൈ 29 വരെ നിങ്ങൾക്ക് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ടെക്നീഷ്യൻ ഞാൻ ഇനി അവസരം ഉണ്ടായതുകൊണ്ടാണ് അതിനെപ്പറ്റി പറയുന്നത്. അതുപോലെ തന്നെയാണ് സെക്ഷൻ കൺട്രോളറിന്റെ റിക്രൂട്ട്മെന്റും ഇനി നിങ്ങൾക്ക് അവസരമുണ്ട്. കാരണം എന്താ? 14th ഓഗസ്റ്റ് വരെ അപ്ലൈ ചെയ്യാം. 15 ജൂലൈ മുതൽ 14th ഓഗസ്റ്റ് വരെ 119 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. പേ ലെവൽസ് കൂടിയ പോസ്റ്റ് ആണിത് എന്ന് പറയുന്നത്. സെക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റെയിൽവേയുടെ തന്നെ ഒരു സെക്ഷനെ മാനേജ് ചെയ്യുക. അത്യാവശ്യം നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലിയാണ്. അവിടുത്തെ മൊത്തത്തിലുള്ള സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക, ട്രെയിനിന്റെ ടൈമിങ്ങുകൾ മാനേജ് ചെയ്യുക, ഷെഡ്യൂളുകൾ മാനേജ് ചെയ്യുക പോലെയുള്ള നല്ല എന്താ പറയുന്നത് സാലറി സ്കെയിൽ ഉള്ള പോസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ കൺട്രോളർ. അതുകൊണ്ട് തന്നെയാണ് 119 വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് കൂടി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും വരേണ്ടതെന്ന് പറയുന്നത് ഏജ് ലിമിറ്റ് വരുന്നത് 20 to 33 ഇയേഴ്സ് ആണ്. അതേപോലെ തന്നെ അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആണ്. ഗ്രാജുവേഷനുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്തെന്ന് പറയുന്നത് സെക്ഷൻ കൺട്രോളർ പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് നിങ്ങൾ മെയിൻ ആയിട്ട് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ സെക്ഷൻ കൺട്രോളറിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. സെക്ഷൻ കൺട്രോളർ പോസ്റ്റിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ. അപ്പം വേക്കൻസി 119 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് സെക്ഷൻ, ഒരു റെയിൽവേയുടെ ഒരു സെക്ഷൻ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റ്. പിന്നെ എന്താണ്? RRB JEയുടെ റിക്രൂട്ട്മെന്റ് വരാനായിട്ട് പോകണം കേട്ടോ. RRB JEയുടെ സൈഡിൽ നിന്ന് റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റിലേക്ക്, അപ്പൊ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ്, അതുപോലെ മെറ്റീരിയൽ സൂപ്രണ്ടന്റ് പോസ്റ്റ്, അതുപോലെ കെമിക്കൽ മെറ്റലോളജിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റുകളാണ്. ഏകദേശം 4098 പോസ്റ്റുകളിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. ഇതിന്റെ ഓപ്പണിംഗ് വരുന്നത് ഓഗസ്റ്റ് 14 മുതലാണ്. അതായത് നോട്ടിഫിക്കേഷൻ ലൈവ് ആയിട്ടില്ല, ഷോർട്ട് നോട്ടീസ് മാത്രമേ വന്നിട്ടുള്ളൂ. ഓഗസ്റ്റ് 14 മുതൽ. അപ്പൊ ബിടെക് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള, ഇപ്പൊ ബിടെക് സിവിലുകാർ കാണും, ഇലക്ട്രിക്കലുകാർ കാണും, മെക്കാനിക്കലുകാർ കാണും, കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് പോലെയുള്ള ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും എന്താണ് ഈ RRB JE കാത്തിരുന്നവർക്ക് ഏറ്റവും മികച്ച അവസരമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി ഞാൻ പരിചയപ്പെടുത്തുന്നത് റെയിൽവേ ജൂനിയർ എഞ്ചിനീയർ ആണ്. അതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ 3 എക്സാമുകൾക്ക്, അതായത് ടെക്നീഷ്യൻ, സെക്ഷൻ കൺട്രോളർ, ജൂനിയർ എഞ്ചിനീയർ, ഇനിയും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. RRB ALP മാത്രമാണ് നോട്ടിഫിക്കേഷൻ, അതായത് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഇപ്പൊ അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 25,000-ഓളം തൊഴിലവസരങ്ങൾ റെയിൽവേയുടെ സൈഡിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഈ വർഷം 50,000 ആൻഡ് എബോവ്
ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇനി വരാനായിട്ട് പോകുന്നത്. സീരിയസ്ലി കണ്ടുകൊണ്ട് റെയിൽവേ എക്സാംസുകൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അവസരം മിസ് ചെയ്യരുത്. എന്താണ് ഇതിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കേണ്ട സബ്ജക്ട്, അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. റെയിൽവേയുടെ ഏത് പരീക്ഷയാണ്, ഏത് എക്സാം ആണെങ്കിലും, അത് RRB ജൂനിയർ എഞ്ചിനീയർ ആയിക്കോട്ടെ, ബിടെക് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അതിന്റെ നമ്മുടെ ടെക്നിക്കൽ സബ്ജക്റ്റ് അല്ല അവിടെ പ്രിലിംസിന് ചോദിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് എക്സാമിന് ഈ പറയുന്ന എല്ലാ എക്സാമുകൾക്കും കോമൺ ആയിട്ട് പഠിക്കേണ്ടത് ജനറൽ അവയർനെസ് പഠിക്കണം, അതുപോലെ മാത്സ് പഠിക്കണം, അതുപോലെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് പഠിക്കണം. ഏകദേശം 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. അതുപോലെ തന്നെ മാത്സിൽ നിന്ന് 30 ക്വസ്റ്റ്യൻസ് 30 മാർക്ക്. ജനറൽ അവയർനെസ് സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, സ്ട്രാറ്റജി, കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ 40 ക്വസ്റ്റ്യൻസ് 40 മാർക്സ് എന്ന രീതിയിലാണ് 100 മാർക്സിന്റെ ഒരു പ്രിലിംസ് എക്സാം 90 മിനിറ്റ്സ് വരുന്ന പരീക്ഷ നടത്തപ്പെടുന്നത്. അപ്പോൾ റെയിൽവേയുടെ എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ്? മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, അതുപോലെ ജനറൽ സയൻസ്, ജനറൽ അവയർനെസ്. ഇത്രയും ടോപ്പിക്കുകൾ നന്നായി പഠിക്കുന്ന ഏതൊരാൾക്കും തീർച്ചയായിട്ടും റെയിൽവേയുടെ പരീക്ഷകൾ നേടിയെടുക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് സ്റ്റാഫ് സെലക്ഷന്റെ പ്രിപ്പറേഷനും നടത്താം. റെയിൽവേ പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും SSCയുടെ CGL, CHSL, MTS, GD പോലെയുള്ള പരീക്ഷകൾക്കും എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഈ വർഷം നല്ല അവസരങ്ങളാണ് വരുന്നത്. ഇപ്പൊ പല ആളുകളും ഇത് അറിയാതെ പോകുന്നത് കൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കൊരു വീഡിയോ പോലെ പറഞ്ഞു തരുന്നത്. ഇത് അറിയാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി എങ്ങനെ ഈ എക്സാമുകൾക്ക് വേണ്ടി, സാർ ഇതെല്ലാം പറഞ്ഞു, ഇത് എങ്ങനെ ഇതിനു വേണ്ടി പഠിക്കണം? തീർച്ചയായിട്ടും നമുക്ക് പല മീഡിയംസ് ചൂസ് ചെയ്ത് പഠിക്കാം. ഞാൻ അതാ പറഞ്ഞത്, നമ്മുടെ യൂട്യൂബ് ചാനൽ ധാരാളം വീഡിയോസ്, റെയിൽവേ എക്സാമുകളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ്, പ്ലേ ലിസ്റ്റുകൾ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ആ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത് നിങ്ങൾക്ക് പഠിക്കാം. ഏകദേശം 3000-ഓളം ക്ലാസ്സുകൾ, പ്ലേ ലിസ്റ്റുകൾ ഈ യൂട്യൂബ് ചാനലിലുണ്ട്. ഹൗ ടു സ്റ്റഡി എന്ന് ചോദിച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കണം. ഏതെങ്കിലും ഒരു മീഡിയം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം. ഓൺലൈനായിട്ട് പഠിക്കാം, ഓഫ്ലൈനായിട്ട് പഠിക്കാം. എന്തായാലും ഇതിന്റെ ഒരു സിലബസ് ഉണ്ടല്ലോ, അത് നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് വരുന്നത്. ഇപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്നറിയാം നിങ്ങൾക്ക്, അതായത് മാത്സ് ഉണ്ടെന്നറിയാം, വളരെ പ്രാധാന്യമുള്ളതാണ്. റീസണിങ് ഉണ്ടെന്നറിയാം. അതുപോലെ തന്നെ എന്താണ്, GK, ജനറൽ അവയർനെസ്, GK പ്ലസ് GS, ജനറൽ സയൻസ് പഠിക്കണം. അപ്പൊ ഇത്രയും സബ്ജക്റ്റിന്റെ ബേസ് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഫേസ്. ഫേസ് 1 എന്ന് പറയുന്നത് ഇത്രയും സബ്ജക്റ്റിന്റെ ബേസ് പഠിക്കുക. അത് നിങ്ങൾക്ക് ഏത് മീഡിയത്തിലൂടെയും പഠിക്കാം. ഓൺലൈനായിട്ട് പഠിക്കാം, ഓഫ്ലൈനായിട്ട് പഠിക്കാം. അങ്ങനെ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫേസ് 2, രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാംസ് ആണ്. എക്സാംസ് എഴുതണം. എങ്ങനെയാണ് എക്സാംസ് എഴുതുന്നത്? എക്സാംസ് നമുക്ക് പല രീതിയിൽ എഴുതാം. ഒന്ന്, റിയൽ എക്സാംസ് എഴുതാം, അതുപോലെ തന്നെ മോക്ക് എക്സാംസ് എഴുതാം, അതുപോലെ കമ്പൈൻ സ്റ്റഡി നമുക്ക് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഫേസ് 2-ൽ നമ്മൾ റിയൽ എക്സാംസിനെ ഫേസ് ചെയ്യണം. അപ്പൊ ആദ്യം നിങ്ങൾ ഫേസ് 1 കംപ്ലീറ്റ് ആയിട്ട് ഈ സിലബസ് കവറപ്പ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുക. രണ്ടാമതായിട്ടാണ് എന്ത് വരുന്നത്? എക്സാംസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു 5 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ കൃത്യമായി ഒരു വർഷം ഈ എക്സാമുകളെ മനസ്സിലാക്കി സിലബസ് കവർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും? ഇത്തരം എക്സാംസ് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ 3 മീഡിയംസോട് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇപ്പൊ ദിശ അക്കാഡമിയെ സംബന്ധിച്ച് 3 മീഡിയംസ് ആണുള്ളത്. ഒന്ന്, ദിശയുടെ SSC RRB ചാനൽ. തീർച്ചയായിട്ടും ഈ ഒരു സൗകര്യം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. നിരവധി റെയിൽവേയുടെ ക്ലാസ്സുകളും കാര്യങ്ങളും പ്ലേലിസ്റ്റുകളും നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അത് കണ്ട് നിങ്ങൾക്ക് ഈ എക്സാമുകളെ കുറിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം. ഇനി അതല്ല, സീരിയസ്ലി ഓൺലൈൻ ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടവർക്ക് ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ റെയിൽവേയുടെ റെഗുലർ ബാച്ച് ക്ലാസ്സുകൾ കടന്നു പോകുന്നുണ്ട്. ഈ റെഗുലർ ബാച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ എക്സാം ബേസ്ഡ് ക്ലാസ്സുകളുമുണ്ട്. സെക്ഷൻ കൺട്രോളറിന്റെ ക്ലാസ്സുകളുണ്ട്, ടെക്നീഷ്യന്റെ ക്ലാസ്സുകളുണ്ട്, NTPCയുടെ ക്ലാസ്സുകളുണ്ട്, ഗ്രൂപ്പ് ഡിയുടെ ക്ലാസ്സുകളുണ്ട്, അല്ലെങ്കിൽ ജനറലി റെയിൽവേയുടെ പ്രീമിയം ബാച്ച് ഉണ്ട്. ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കൈൻഡ് ഓഫ് എക്സാംസിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് തയ്യാറെടുക്കാനായിട്ട് പറ്റും. വിത്ത് മെന്റർ സപ്പോർട്ടോട് കൂടി, ലൈവ് ഫാക്കൽറ്റി ഡിസ്കഷൻസോട് കൂടി നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇതാണ് മറ്റൊരു ഓപ്ഷൻ. ലൈവായിട്ട് പഠിക്കാൻ, ഓൺലൈനായിട്ട് പഠിക്കാൻ. ഓഫ്ലൈനായിട്ട് അക്കാഡമിയിൽ ചെന്നിരുന്ന് പഠിക്കണം, എനിക്ക് കൃത്യമായിട്ട് ഫാക്കൽറ്റീസ് ഡയറക്റ്റ് 1-to-1 പറഞ്ഞു തരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, അതുപോലെ തന്നെ തൃശ്ശൂർ, കോഴിക്കോട്, ഇത്രയും സെന്ററുകളിൽ അതിന്റെ ഫോൺ നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഫ്ലൈനായി പഠിക്കാം. എല്ലാ മന്തും നമുക്ക് ബാച്ചുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റികൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് തന്നെ ഈ അവസരങ്ങൾ, ഏകദേശം 50,000-ന് മുകളിൽ വരുന്നിരിക്കുന്ന ഈ വർഷത്തെ അവസരം
മിസ് ചെയ്യാതെ പഠിക്കുക. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.